നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് പെരളൻ ആണ്. ബീഫ് പെരളൻ, ബീഫ് പെരട്ട് എന്നൊക്കെ പറയുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനമാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും അതുപോലെ തന്നെ പൊറോട്ടയുടെ കൂടെ, ചോറിന്റെ കൂടെ, ഏത് ഭക്ഷണത്തിന്റെ കൂടെയും കഴിക്കാൻ പറ്റാവുന്ന ഒരു സൂപ്പർ ടേസ്റ്റ് ഉള്ള സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടെ. മാക്സിമം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടുതൽ ആളുകൾ നമ്മളെ വ്യൂവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റ് ഉള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ബീഫ് കുക്ക് ചെയ്യാനായിട്ട് ഞാനൊരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. കുക്കറിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ച 1 കിലോ ബീഫ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീഫ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള ഞാനൊരു 4 സവോള, ചെറിയ സവോളയാണ്, അപ്പോൾ 4 സവോള ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വലിയ തക്കാളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ തക്കാളി 2 എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 15 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കട്ട് ചെയ്തതാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇഞ്ചി, 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കട്ട് ചെയ്തത്, പച്ചമുളക് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക 2 എണ്ണം. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ശരിക്കും ഇതിന്റെ ആ പൊടികളും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം നല്ലതുപോലെ മിക്സ് ആവുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് നിങ്ങൾക്ക് കൈകൊണ്ട് നല്ലതുപോലെ തിരുമ്പി മിക്സ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ബീഫൊക്കെ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ക്ലോസ് ചെയ്തിട്ട് ഇതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. നമുക്കൊരു 8 വിസിലടിച്ച് കഴിഞ്ഞാൽ ബീഫ് നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനിതൊന്ന് ക്ലോസ് ചെയ്തിട്ട് ഒരു 8 വിസിലടിക്കുന്നവരെ നമുക്കൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് 8 വിസിലടിച്ച് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റെഡിയാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. 4 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 10-15 ചെറിയ ഉള്ളി ക്ലീൻ ചെയ്ത് ചേർത്ത് കൊടുക്കുക. ചെറുള്ളി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. വല്ലാതെ അങ്ങനെ ഡ്രൈ ആയി പോകേണ്ട കാര്യമില്ല. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അപ്പൊ ചെറുള്ളിയൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. നല്ല അത്യാവശ്യം ബ്രൗൺ കളറിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ബീഫ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് തീ ഒന്ന് ചെറുതായിട്ട് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാം. നമ്മൾ നേരത്തെ ചെറിയ തീയില വെച്ചിട്ടുണ്ടായിരുന്നു. മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ഒന്ന് മാറ്റിയിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഇതൊന്ന് വറ്റി കിട്ടണം. നല്ലപോലെ ഒന്ന് വറ്റി കിട്ടണം. അപ്പൊ ബീഫ് നല്ലപോലെ വറ്റി വരുന്നുണ്ട്. അപ്പൊ ഈ സമയത്തേക്ക് നമുക്ക് അത്യാവശ്യം ഒരു 2 മിനിറ്റോളം നമുക്കൊന്ന് ഇങ്ങനെ വറ്റിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സമയം നമുക്കൊരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഉപ്പൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഉപ്പ് നേരത്തെ നമ്മൾ ഇട്ടത് ഓക്കെ ആണെന്ന് നോക്കുക. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടത് കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ വറ്റിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ബീഫ് പെരള റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില ഇതിനകത്ത് മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ബീഫ് പെരള റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഞാൻ കഴിച്ചു നോക്കി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക.
നിങ്ങളുടെ ഓരോ കമന്റുകളും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഇത് അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. ചപ്പാത്തിന്റെ കൂടെയും പൊറോട്ടന്റെ കൂടെയും അതുപോലെ തന്നെ പത്തിരിന്റെ കൂടെയും ചോറിന്റെ കൂടെയും എന്ത് ഫുഡിന്റെ കൂടെയും കഴിക്കാൻ സൂപ്പർ ടേസ്റ്റുള്ള സാധനമാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുക. പലരും ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ്. അപ്പോൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തേക്കും ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു സപ്പോർട്ടാവും. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.